ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ നമ്മുടെ ടാറ്റയുടെ പുതിയ സിയറ പതുക്കെ ലോഞ്ചിന് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഇപ്പോൾ വരുന്നുണ്ട്. ഈ വാഹനം ഇഷ്ടംപോലെ പ്രാവശ്യം ലീക്കായിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചൊരു പെട്രോൾ പമ്പിൽ ലീക്കായ സംഭവങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഷോർട്ട്സ് ഇട്ടതാണ്. ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാതെ കുറച്ചൊക്കെ ഷോർട്ട്സ് ഇട്ട് നിർത്താറുമുണ്ട്. എന്തായാലും നമ്മൾ ഇതിന് മുന്നേ ഏകദേശം ഒരു മാസമായെന്ന് തോന്നുന്നു സിയറയുടെ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. ഏതായാലും നമ്മുടെ ഇന്നത്തെ ന്യൂസ് ഈ വാഹനത്തിന് TVC ഷൂട്ടിനിടയ്ക്ക് ലീക്കായ കുറച്ച് ഇമേജസും ഇതിൻ്റെ പുതിയ ഇൻറ്റീരിയർ സ്പൈ ഷോട്ട്സ്, അത് ഫുൾ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് എല്ലാം കണ്ടിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ലോഞ്ച് ഡേറ്റുമാണ്. ആദ്യം തന്നെ നമുക്ക് TVC ഷൂട്ടിനിടയ്ക്ക് ഇത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന നമ്മുടെ ആ ഒരു ഫ്ലാറ്റ് ബെഡിൽ കണ്ടത് നോക്കാം. സോ ഇതാണ് ആ ഫ്ലാറ്റ് ബെഡിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സിയറ. കളർ കണ്ടാലും അലോയ് കണ്ടാലും മൊത്തത്തിലുള്ള ലേഔട്ട് കണ്ടാലും തന്നെ മനസ്സിലാവും സംഭവം ടാറ്റയുടെ പുതിയ സിയറയാണെന്നുള്ളത്. ഇതിൻ്റെ താഴത്തെ ബമ്പറിൻ്റെ, അതായത് ബാക്കിലത്തെ ആ ഒരു ബമ്പറിൻ്റെ ഡിസൈൻ നമുക്ക് കാണാം. ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് ആണ് ത്രൂ ഔട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. വീലാർച്ച് ആണെങ്കിലും ബാക്കിലത്തെ ബമ്പറിൻ്റെ ക്ലാഡിങ് എല്ലായിടത്തും അതാണ്. അതുകൊണ്ട് നല്ല പ്രീമിയം ടച്ച് ഉണ്ട്. ഹാരിയർ EVയിലോ ഹാരിയറിലോ ഒന്നും അവരത് കൊടുത്തിട്ടില്ലായിരുന്നു. സോ ടാറ്റ ഏതായാലും ഇതിനകത്ത് ആ ഒരു ഫിനിഷ് പിടിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഈവൻ നമ്മുടെ അലോയ്സിൻ്റെ ഡിസൈൻ ആണെങ്കിൽ പോലും 18 ഇഞ്ച് എന്തായാലും ഉണ്ടാവും, പക്ഷേ 19 ഇഞ്ച് ഉണ്ടാവും എന്നും പറയുന്നുണ്ട്. കാരണം അവരിതിന് മുന്നേ നമ്മുടെ ഓട്ടോ എക്സ്പോയിൽ കാണിച്ച 19 ഇഞ്ച് വീൽസ് ആയിരുന്നു. സോ അത് ഈ സെഗ്മെൻറ്റിൽ അധികാരം കൊടുക്കാത്തൊരു സംഭവമാണ്. 18 ഇഞ്ച് വരെ ക്രെറ്റയുടെ ഒക്കെ സെഗ്മെൻറ്റിൽ ആൾക്കാർ കൊടുക്കാറുള്ളൂ. പിന്നെ ഹാരിയറിൻ്റെ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോഴാണ് നമുക്ക് 19 ഇഞ്ച് വീൽസൊക്കെ കാണാൻ പറ്റുന്നത്. ഈ വണ്ടി പക്ഷേ ഹാരിയറിൻ്റെ കാറ്റഗറി അല്ല. ഇത് സത്യം പറഞ്ഞ് നമ്മുടെ കെർവിൻ്റെയും ഹാരിയറിൻ്റെ ഇടയിലായിട്ടായിരിക്കും ടാറ്റ പ്ലേസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ ക്രെറ്റയുടെ മുകളിലും അതുപോലെ ഹാരിയറിൻ്റെ താഴെയും ആ ഒരു രീതിയിലായിട്ട് വരും. ക്രെറ്റയുടെ സെഗ്മെൻ്റ് ആണ് എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കെർവിനേക്കാൾ കുറച്ചും കൂടെ പ്രീമിയം പ്രൈസ് പോയിന്റിലായിരിക്കും വണ്ടി വരുന്നത്. ഏതായാലും അലോയ്സ് ഒക്കെ നോക്കുമ്പം ഡിസൈൻ കാണാനൊക്കെ അത്യാവശ്യം നല്ല രസമുണ്ട്. അവരിതിന് മുന്നേ ഓട്ടോ എക്സ്പോയിൽ കാണിച്ച ഡിസൈനൊന്നും അല്ല, അതൊരു ഫ്ലവർ പോലത്തെ ഡിസൈനായിരുന്നു. അതൊക്കെ മാറ്റിയിട്ട് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഡിസൈൻ ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡോറിൻ്റെ സൈഡിലായിട്ട് താഴത്ത് സിയറ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഇതിനകത്ത് കാണാം. അഗൈൻ ഫ്രണ്ടിലത്തെ ബമ്പറിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഈ ഒരു വീഡിയോയിൽ കാണാമായിരുന്നു. അതും നമ്മളിതിന് മുന്നേ ഏകദേശം ഈ വണ്ടിയുടെ ലീക്സിലും അതുപോലെ അവർ ഭാരത് മൊബിലിറ്റി ഷോയിൽ കാണിച്ച പോലെയൊക്കെ തന്നെയാണ്. ആക്ച്വലി ഡിസൈനിൽ ഇവർ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും തന്നെ വരുത്തിയിട്ടില്ല. ഇതിന് മുന്നേ ഭാരത് മൊബിലിറ്റി ഷോയിൽ കാണിച്ച അതേ ഡിസൈൻ തന്നെയാണ് ഈ വാഹനത്തിൽ അവർ ശരിക്കുള്ള പ്രൊഡക്ഷൻ സ്പെക് വണ്ടിയിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വണ്ടി ഇപ്പം ഇങ്ങനെ ട്രെയിലറിൽ ജസ്റ്റ് മോൾ മാത്രം കവർ ചെയ്ത് TVC ഷൂട്ടിന് പോവാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ റൂമർ. അതുകൊണ്ട് നമുക്കതും പറയാം. ഇനി അടുത്തത് ഇതിൻ്റെ ഇൻറ്റീരിയർ ആണ്. നേരത്തെ നമ്മൾ ഇതുപോലെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിന് ഇൻറ്റീരിയർ കണ്ടിട്ടുണ്ട്, പക്ഷേ അത് മൊത്തം ടെസ്റ്റിംഗ് എക്വിപ്മെൻ്റൊക്കെ വെച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇമേജ് ആയിരുന്നു. ഇപ്പം എന്തായാലും അതൊന്നല്ല, നല്ല പ്രോപ്പർ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ എന്താണോ അതങ്ങനെ തന്നെ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല വലിയ സൈസുള്ള സ്ക്രീൻസാണ് കൊടുത്തിരിക്കുന്നത്. നടുവിലത്തെ സ്ക്രീൻ ഒരു ഇത്തിരി സൈസ് കൂടുതൽ തോന്നുന്നുണ്ട്. നമ്മുടെ ഹാരിയറിൽ വന്ന 14.5 ഇഞ്ചസിൻ്റെ സ്ക്രീൻ ആയിരിക്കും അത്. പിന്നെ സൈഡിൽ വരുമ്പോഴേക്കും നമ്മുടെ 12.3 ഇഞ്ച് വരുന്ന ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ഇതിനകത്ത് ഉണ്ടാകും. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും കണ്ടിട്ട് 12.3 ഇഞ്ച് തന്നെയാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഒരു കോ പാസഞ്ചറിൻ്റെ ഡിസ്പ്ലേ വരുന്നത്, അതായത് ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് കാണാം. എല്ലാവരും ഒറ്റ സിംഗിൾ ലെയർ പോലെയാണ് അവർ വെച്ചിരിക്കുന്നത്. കാണാൻ നല്ല പ്രീമിയം ഫിനിഷൊക്കെ ഉണ്ട്. യൂസബിലിറ്റിയുടെ കേസ് ഇപ്പം XUV9 ഇങ്ങനെ അധികാരം ഇപ്പുറത്തെ എൻ്റെലത്തെ കോ പാസഞ്ചറിൻ്റെ സ്ക്രീൻ ഉപയോഗിക്കാറില്ല, അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും ഇത്. പക്ഷേ എന്തായാലും ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വണ്ടിയിൽ കയറുമ്പോൾ കൊള്ളാലോ, ഒരു മെർസിഡീസ് ലെവൽ ടെക്ക് അല്ലെങ്കിൽ അത്രയും ഭയങ്കര പ്രീമിയം ആയിട്ടുള്ളൊരു ഫിനിഷ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. അതാണ് അതിൻ്റെ ഒരു സംഭവം. പിന്നെ അതിന് താഴത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ വരുന്നൊരു ഡാഷ്ബോർഡ് ലേഔട്ട് കാണാൻ നല്ല പ്രീമിയം ഫിനിഷൊക്കെ അതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അതിനും താഴത്തേക്ക് വരുമ്പോഴേക്കും AC കൺട്രോൾസ് മൊത്തം ഒരു ടച്ച് ബേസ്ഡ് ഫിനിഷിലാണ് വരുന്നത്. AC ബെൻസ് ആണെങ്കിലും അവർ അതിനകത്ത് നല്ല ഹൈഡ് ചെയ്ത് നീറ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡാഷ്ബോർഡ് ലേഔട്ട് ആണെങ്കിൽ പോലും ഇപ്പോൾ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് അല്ല, അല്ലാതെ തന്നെ ഡാഷ്ബോർഡിന് മൊത്തത്തിലുള്ളൊരു അറേഞ്ച്മെൻറ്റ് എടുക്കുകയാണെങ്കിലും നമ്മൾ ഇത്രയും കാലമായിട്ട് കണ്ടുവരുന്ന ടാറ്റ വാഹനങ്ങളിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട്. അവർക്കിപ്പോൾ ഉള്ളതിൽ നിന്നൊരു സെക്കൻഡ് സ്റ്റേജ് ട്രാൻസ്ഫോർമേഷനിലേക്ക് പോയി എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ആദ്യമായിട്ട് അവരുടെ ഇപ്പോഴത്തെ ഒരു ലേഔട്ട് വന്ന പുതിയ നെക്സോൺ ഫേസ് ലിഫ്റ്റിലായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മളത് കർവിൽ സെയിം ഡാഷ്ബോർഡ് കണ്ടു. ഹാരിയറിൻ്റെ ഫേസ് ലിഫ്റ്റിൽ ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡ് കണ്ടു. അൾട്രോസിൻ്റെ ഫേസ് ലിഫ്റ്റിൽ ഇപ്പം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഇതങ്ങനെയൊന്നുമല്ല, മൊത്തത്തിൽ നല്ല വ്യത്യാസമുണ്ട്. അവർ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിനാണെങ്കിലും കുറച്ച് ഫാബ്രിക് സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് അങ്ങനെ പിന്നെ റീസൈക്കിൾ മെറ്റീരിയൽസ് അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ അകത്ത് വരെ ചെയ്തിട്ടുണ്ട്. ഓട്ടോ എക്സ്പോയിൽ അവർ ഇതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ ഒരു ടെക്സ്റ്റൈഡ് മെറ്റീരിയൽ പോലെയാണ് തോന്നുന്നത്, അല്ലാതെ പ്രോപ്പർ ലെതർ മെറ്റീരിയൽ പോലെ ഇത് കാണുമ്പോൾ തോന്നുന്നില്ലായിരുന്നു. മൊത്തത്തിൽ വണ്ടി നല്ല രസമുണ്ട്. പിന്നെ AC കൺട്രോൾസ് ഒക്കെ നമ്മളിപ്പോഴും ഹാരിയറിൽ കാണുന്ന പോലെ സെയിം സാധനം തന്നെയാണ്. ഡ്യുവൽ സോൺ AC ഒക്കെ തന്നെയായിരിക്കും. ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാരിയർ EVയിൽ അവർ കൊണ്ടുവന്ന എല്ലാ ഫീച്ചേഴ്സ് ഈ വണ്ടിയിലുണ്ടാകും. അതായത് IRVM ബേസ്ഡ് ആയിട്ടുള്ള ക്യാമറ ആയിക്കോട്ടെ, 540 ഡിഗ്രി ക്യാമറ നമുക്കിതിൻ്റെ ഇലക്ട്രിക് മോഡൽ പ്രതീക്ഷിക്കാം, കാരണം അതിൻ്റെ ഓൾ വീൽ ഡ്രൈവ് വരുന്നുണ്ട്. അല്ലാതെ നോർമൽ പെട്രോൾ ഓർ ഡീസൽ വണ്ടിയിൽ 540 ഡിഗ്രി ക്യാമറയുടെ ആവശ്യമില്ല, കാരണം താഴെ കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ചും ചെയ്യാനില്ലല്ലോ. അതിൻ്റെ അകത്ത് ഓൾ വീൽ ഡ്രൈവ് കൊടുക്കുമോ എന്നുള്ള കാര്യം കൺഫേം ആയിട്ടില്ല, കൊടുക്കാനുള്ള സാധ്യതയില്ല. കാരണം
കാരണം അതിൻ്റെ അകത്ത് വരുന്ന എഞ്ചിൻസ് ഓൾ വീൽ ഡ്രൈവ് സപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ ഇലക്ട്രിക് ആകുമ്പോഴേക്കും ആക്റ്റീവ് ടി വി പ്ലാറ്റ്ഫോം ഓർ ആക്റ്റീവ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഓൾ വീൽ ഡ്രൈവ് സപ്പോർട്ട് ഉണ്ട്. ഏതായാലും അതല്ലാതെ ബാക്കി ഫീച്ചേഴ്സ് നോക്കാനാണെങ്കിൽ നമുക്ക് എന്തായാലും പാനോറമിക് സൺറൂഫ് ഉണ്ടാവും, ഡ്യുവൽ സോൺ AC കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ ഫ്രണ്ടിൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ആയിരിക്കും സീറ്റ്സിന് വരുന്നത്. വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ ഡെഫിനറ്റ്ലി ഉണ്ടാവും. പിന്നെ സ്ക്രീൻസ് നമുക്ക് ഓൾറെഡി അറിയാം. അതിന് പുറമെ ഇനി 6 എയർ ബാഗ്സ് ഓർ 7 എയർ ബാഗ്സിനകത്ത് കിട്ടാം. പിന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം, അതായത് ADAS ലെവൽ 2 ഫീച്ചേഴ്സ് ഇതിനകത്ത് തീർച്ചയായും ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഹാരിയർ രീതിയിലുള്ള ഫീച്ചേഴ്സ് ഞാനിപ്പോൾ എല്ലാം എടുത്തെടുത്ത് പറയുന്നില്ല, അതിൻ്റെ അകത്തൊന്ന് എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം തന്നെ നിങ്ങൾ ഇതിലും ഉണ്ട് എന്ന് തന്നെ അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്തോളൂ. ഇപ്പോൾ ഇതിനകത്ത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് ലീക്ക് ഇമേജ്, അതായത് ഇപ്പോൾ നേരത്തെ നിങ്ങൾ ഇൻറ്റീരിയർ കണ്ടില്ലേ, അതിൻ്റെ എക്സ്റ്റീരിയർ ഷോട്ട്സാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഗെയിൻ സെയിം നമ്മൾ നേരത്തെ കണ്ട ആ വണ്ടി തന്നെയാണ്, ഒരു ക്യാമോഫ്ലാജിൽ ടെസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതിനെപ്പറ്റി ഇങ്ങനെ കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് വീണ്ടും പവർ ട്രെയിൻ ഓപ്ഷൻസിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇതിനകത്ത് നിങ്ങൾ നേരത്തെ കേട്ടതനുസരിച്ച് 1.5 ലിറ്റർ എഞ്ചിൻ്റെ കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. സോ നമുക്ക് ഇതിനകത്ത് അത് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഈ വണ്ടിയുടെ ഫ്യൂൽ സ്റ്റേഷനിൽ ഫില്ല് ചെയ്യുന്ന ഫോട്ടോ വന്നു, അല്ലെങ്കിൽ അത് ലീക്കായപ്പോഴും പെട്രോൾ ഈ വണ്ടി അടിക്കുന്നതായിട്ടായിരുന്നു കണ്ടിരുന്നത്. സോ പെട്രോൾ എഞ്ചിൻ എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യം കൺഫേം ആണ്. പെട്രോൾ പമ്പിൽ പിന്നെ ഏത് എഞ്ചിനാണെന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ടാറ്റ ഓൾറെഡി ഒരു 1.5 ലിറ്റർ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്ടോ എക്സ്പോയിൽ. അതുകൊണ്ട് തീർച്ചയായും ആ വാഹനത്തിൽ, അതായത് ആ എഞ്ചിൻ്റെ ഡെബ്യൂ ഈ വാഹനത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാം. 1.5 ലിറ്റർ എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് വേർഷൻ ഉണ്ടാവും. ഈ വണ്ടിയുടെ എൻട്രി ലെവൽ വേരിയൻസ് കുറച്ച് പ്രൈസ് കുറച്ച് വെക്കാനായിട്ട്. അതിൻ്റെ പവർ ഫിഗേഴ്സ് അറിയില്ല, ഏകദേശം ഒരു 110 to 120 PS എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ തന്നെ 1.5 ടർബോ പെട്രോൾ എഞ്ചിൻ അവർ ഓട്ടോ എക്സ്പോയിൽ കാണിച്ച സമയത്ത് പവർ ഫിഗേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 170 PS 280 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നത്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് പവർ ഫിഗേഴ്സ് ആണെന്ന് പറയും. ഇതുവരെ 1.5 ടർബോ എന്ന് പറയുമ്പം ഹ്യുണ്ടായുടെയും കിയയുടെയും 1.5 TGD ആണ് ഏറ്റവും പവർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് 160 PS അതുപോലെ 253 Nm ടോർക്കുമായിരുന്നു. ഫോക്സ്വാഗൻ്റെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ അതാണ് 150 PS 250 Nm ടോർക്കും ജനറേറ്റ് ചെയ്യുന്നത്. സോ അതിലും കൂടുതലാണ് ടാറ്റയുടെ ഈ പുതിയ എഞ്ചിൻ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. റിയൽ വേൾഡ് പെർഫോമൻസ് എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടറിയാം. കാരണം ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും. ഇത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല ബോക്സ് ഷേപ്പുള്ളൊരു ഡിസൈനിൽ വരുന്ന വണ്ടിയാണ്. 4.4 മീറ്റേഴ്സ് ആണ് ഇതിന് ടോട്ടൽ ലെങ്ത് ഒക്കെ നോക്കുമ്പോൾ കറക്റ്റേക്കാളൊക്കെ ഇത്തിരി കൂടുതലുണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. ബട്ട് സ്റ്റിൽ വെയിറ്റ് കൂടുതലായതുകൊണ്ട് പെർഫോമൻസ് ചിലപ്പം ഇത്രയും പവർ ഉണ്ടെങ്കിലും ഒരു ആവറേജ് ആയിരിക്കും. ഏകദേശം 9 സെക്കൻഡ്സിലൊക്കെ ആയിരിക്കും സെറോട്ടൺ എടുത്തുന്നത്. അത് ടാറ്റയുടെ ഈ ഒരു എഞ്ചിൻ ഉണ്ടാക്കുന്നതിന് കഴിവനുസരിച്ചിരിക്കും. ഇവർ ഈ വണ്ടി ടെസ്റ്റ് ട്രാക്കിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതും അതുപോലെ നേരത്തെ കർവിൽ വെച്ച് എഞ്ചിൻ ഡെബ്യൂ ചെയ്യാതിരുന്നതും ഈ എഞ്ചിൻ അവർക്ക് 1.2 TGD കർവിൽ വന്ന പുതിയ എഞ്ചിനിലും കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കാനാണ് എന്നുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എഞ്ചിൻ നല്ലതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ തന്നെ 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് വരും എന്നും പറയുന്നുണ്ട്. പിന്നെ നമുക്കതിന് പുറമെ 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ കിട്ടുമെന്നാണ് പറയുന്നത്. നേരത്തെ 1.5 ഡീസൽ എഞ്ചിൻ നമ്മുടെ നെക്സോണിലൊക്കെ ഉള്ള അത് വരുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ റൂമേഴ്സ് മാറി 2 ലിറ്റർ ഹാരിയറിലൊക്കെ ഉള്ള ക്രയോടെക് ഡീസൽ എഞ്ചിനായിരിക്കും സിയറയിലും വരുന്നതെന്നാണ് പറയുന്നത്. അത് നമുക്കറിയാം 170 PS അതുപോലെ 350 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കും 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിലാണ് ആ എഞ്ചിൻ നമുക്ക് ലഭിക്കുന്നത്. സോ എല്ലാം കൊണ്ടും ഇപ്പം പ്ലാറ്റ്ഫോമിൻ്റെ കേസിലാണെങ്കിലും അതുപോലെ നമ്മുടെ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കേസിലാണെങ്കിലും ഫീച്ചേഴ്സിലാണെങ്കിലും എല്ലാം കൊണ്ട് ഈ വാഹനം ടോട്ടലി സോർട്ടഡ് ആണ്. ലോഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ വരുന്ന നവംബർ മാസത്തിൽ ഈ വാഹനത്തിൻ്റെ ഒഫീഷ്യൽ ഡെബ്യൂ ഉണ്ടാകും എന്നാണ് പറയുന്നത്. പെട്രോൾ ഡീസൽ അതായത് ഐസ് പവർഡ് മോഡൽസ് ആയിരിക്കും ആദ്യം വരുന്നത്. അതിനുശേഷം ഒരു മാസത്തിനുള്ളിലൊക്കെ തന്നെ ഇലക്ട്രിക് മോഡലും വരും എന്ന് പറയുന്നു. ഇലക്ട്രിക് മോഡൽ അഗൈൻ ഹാരിയറിൻ്റെ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഓൾ വീൽ ഡ്രൈവ് സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകും. റിയൽ വേൾഡിൽ 500 km+ റേഞ്ചും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അഗൈൻ അതും വളരെ നല്ല കാര്യമാണ്. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ടാറ്റയുടെ പുതിയ സിയറയെ പറ്റി പറയാനുള്ളത് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.